ഹലോ, ക്രേസി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്വാഗതം വിഷ് ചെയ്യാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ. അതിനൊരു കാരണമുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് മനസ്സ് തുറന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്രാവലിങ്, കുക്കിങ് ഒന്നുമല്ല. ഇപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് എൻ്റെതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ആർക്കും പോകണ്ട. ഹസ്ബൻഡ്, കുട്ടികൾ, അച്ഛനമ്മ എല്ലാവരും താഴെയുണ്ട്. അപ്പോൾ പിള്ളേർ ഒക്കെ എണീറ്റുനിന്ന് വന്ന് അവരുടെ ഒരു ബഹളമൊക്കെ തുടങ്ങുന്ന ഒരു സമയത്തിന് മുമ്പേ നമ്മുടേതായ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വന്നിവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ എന്നല്ലേ, ഇന്നത്തെ വീഡിയോ ആരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണെന്ന് ഞാൻ ആദ്യം പറയാം. എപ്പോഴും നല്ല ചില്ലായിട്ട്, നല്ല എനർജറ്റിക് ആയിട്ട്, സന്തോഷമായിട്ട്, അടിച്ച് പൊളിച്ച് ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒക്കെ ഈ വീഡിയോ കാണുമ്പോൾ തോന്നി ഇവളെ എന്ത് തേങ്ങി പറയണേ തോന്നും അല്ലേ. അവർക്കുള്ളതൊന്നുമല്ല കേട്ടോ, അവർക്കും കാണാം. നിങ്ങൾക്കിത് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളും ഇരുന്ന് കാണണം. പക്ഷെ ഞാനത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നെപ്പോലെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഞാനല്ല, കുറച്ച് നാൾ മുമ്പ് വരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും ഒരു പരിചയമുള്ള ഒരാളാണ് നമ്മുടെ മുമ്പിൽ കൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ അവരെ നോക്കി ചിരിച്ചു, അവർ നമ്മളെ നോക്കി ചിരിച്ചില്ലെങ്കിൽ പോലും അതെന്തായിരിക്കുമോ, അതെന്താ അവർ ചിരിക്കാത്ത, ഇനി എന്തായിരിക്കും അവർ എന്നൊക്കെ വിചാരിച്ച് അതിന് പോലും നമുക്കൊരു മൂഡ് ഓഫ് ആവുന്ന ആളുകളുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മൾ വളരെ സ്നേഹമായിട്ട് നിൽക്കുന്നു, പക്ഷെ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു പെരുമാറ്റം, അല്ലെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ പിന്നീട് കേൾക്കുമ്പോൾ നമ്മൾ ടെൻഷനായിട്ടുള്ള ആളുകൾ, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് പോലും നഷ്ടപ്പെടാനായിട്ട്, നമ്മൾ ആകെ ഡൗൺ ആകാനായിട്ട്, ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനായിട്ട്, ഒരു ജോലി ചെയ്യാനായിട്ട് നമുക്കൊരു മൂഡില്ല, നമ്മുടേതായ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് തോന്നില്ല. ഇതിൻ്റെ ഒക്കെ ഫ്രസ്ട്രേഷൻ നമ്മൾ തീർക്കുന്നത് നമ്മുടെ ഭർത്താവിൻ്റെ അടുത്തും മക്കളുടെ അടുത്തും ആയിരിക്കും. ഞാനൊക്കെ എപ്പോഴും ചെന്ന് പരാതി പറയുന്ന ഒരാളായിരുന്നു എൻ്റെ ഭർത്താവ്. ഏതിനും അവരങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, നോക്കൂ അതെന്തായിരിക്കുന്നത്, അവരങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെന്നിട്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടൊരു ദേഷ്യം വരും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതെന്താ, മറ്റുള്ളവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് പോകണ്ടല്ലോ, എന്താ നമ്മുടെ ലൈഫ് മാത്രം ഇങ്ങനെയെന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ. അങ്ങനെയുള്ള ആളുകൾക്കുള്ളതാണ് ഈ വീഡിയോ. അങ്ങനെയുള്ള ആളുകൾക്കെന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കും. എനിക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മാറാൻ പറ്റില്ലേ. അപ്പോൾ അത് മാറാനായിട്ട് സാധിക്കും. അതുപോലെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരത് പറഞ്ഞോട്ടെ, അവർക്കുള്ളതല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന അത് കേട്ട് തളർന്നു പോകുന്ന ആളുകൾക്ക് ഞാനൊരു 3 ടിപ്പ് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ എങ്ങനെ മാറി അതിൽ നിന്നൊക്കെ എന്നുള്ളതും ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറയാം. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും, എൻ്റെ ഒരു കൂട്ടുകാരി, ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വാക്കുകളെന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഒരാളുടെ ലൈഫിൽ എത്രത്തോളം നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മളെ ഒരു ഇമ്പാക്റ്റ് വരുത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് കേട്ടോ വാക്കുകളെന്ന് പറയുന്നതിൻ്റെ ശക്തി. ഒരാളെ തളർത്താനും പറ്റും, ഒരാളെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടും പറ്റും. ഏതിനാ? വാക്കുകൾക്ക്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൊണ്ടാണ്. പുറത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൗണ്ട് വീഡിയോയിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ആവുകയാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇതിനകത്തൊരു എന്താ പറയുക, ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുന്നൊന്നുമല്ല, ഞാൻ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയല്ലേ. അപ്പോൾ ആ രീതിയിലാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നേ, ഈ പറയുന്ന ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓരോരുത്തരെക്കുറിച്ച്, ഇപ്പം നമ്മൾ മറ്റൊരാളുടെ ലൈഫിലുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിവില്ല, അത് സത്യമാണോ എന്ന് പോലും നമുക്ക് അറിയാത്തതായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പലരും അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവർ തന്നെ ഒരു സ്റ്റോറി മെനഞ്ഞ് ഒരാളുടെ ലൈഫിന് എന്താ പറയുക, നമ്മൾ വ്യക്തിഹത്യ എന്നൊക്കെ പറയില്ലേ, ഇതേപോലെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുണ്ട്. ലോകം എത്ര മാറി, അല്ലെങ്കിൽ കാലം മാറി, ശാസ്ത്രം ഇത്രയും വളർന്നു എന്നൊക്കെ പറയും, പക്ഷെ ഇപ്പോഴും ഇടുങ്ങിയ ചിന്താഗതികളുമായിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ. ഇവരെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഒരിക്കലുമില്ല അല്ലേ. അവരൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ നമുക്ക് സ്വയം മാറാനായിട്ട് സാധിക്കും. അപ്പം അതെങ്ങനെയെന്നുള്ളതാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഡൗൺ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പല രീതിയിലാണ്. ചിലർ ടെൻഷൻ ആകുമ്പോൾ എന്താ ചെയ്യുക, കൂടുതൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന ആളുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർ മെലഡിയസ് ആയിട്ടുള്ള സോങ് കേൾക്കും, എന്നിട്ട് ഇങ്ങനെ ദുഃഖമായിട്ടുള്ള സോങ് കേട്ടിട്ട് വീണ്ടും വീണ്ടും അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. കരയണമൊക്കെ നല്ലത് തന്നെയാണ്, നമ്മുടെ വിഷമമൊക്കെ അതിൽ നിന്ന് മാറും. പിന്നെ ഒരു കാറ്റഗറി എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ മോട്ടിവേഷണൽ വീഡിയോസൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് കാണുന്നതായിട്ടുള്ള ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവരാണ് മിക്കവാറും ഇപ്പോൾ എൻ്റെ ഈ വാക്കുകൾ അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. ഞാനൊരു 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞില്ല, ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും ആകെ ടെൻഷനായിട്ട്, ചെറിയ ചെറിയ കാര്യം മതിയെന്നേ, പക്ഷെ ടെൻഷനായിട്ട് എന്താ നമുക്ക് തന്നെയല്ലേ ഇത് അഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മാറിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനും ഇതുപോലെ എല്ലാവരുടെ അടുത്തും ചെന്ന് പരാതിയും പരിഭവവും ഒക്കെ പറയുന്ന ഒരാളായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ചെന്നിട്ട് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോൾ ആൾക്കും ഒരു ഇതാണ്, എന്താ പറയുക, ആർക്കും അത് ഇഷ്ടമല്ലല്ലോ നമ്മളിങ്ങനെ പരാതിയും പരിഭവം ഒന്നും പറഞ്ഞ് നടക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആകെ ഒരു ലോൺലിനെസ്, ഒരു പ്രതീക്ഷയില്ല, നമ്മളിങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെയുള്ള രീതിയിൽ നമുക്കിങ്ങനെ തോന്നുമ്പോൾ, ഞാൻ കണ്ട കുറച്ച് വീഡിയോസ് ഉണ്ട്. അതെല്ലാം ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബേസ് ചെയ്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനിലെന്ന് പറയുമ്പോൾ ഇത് ആദ്യമൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ സംഭവം, ഇത് എന്ത് നിയമമാണിത്. അപ്പം ഞാൻ മെയിനായിട്ട് ഈ അട്രാക്ഷൻ എന്നൊക്കെ കേട്ടപ്പോൾ എന്താ എനിക്ക് കാര്യം എന്ന് വിചാരിച്ചിട്ടാണ് പോയി നോക്കുന്നത്. അപ്പോഴാണ് ആകർഷണ നിയമം എന്ന് പറയുന്നത് വലിയ കാര്യം ആണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ തക്കവണ്ണം അറിയില്ല. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ എൻ്റേതായ കാര്യത്തിൽ ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, വാട്ട് യു തിങ്ക് യു പിക്കം, ഇതാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന ചിന്തകളാണ് നാളെ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. ഇന്ന് നമ്മുടെ ലൈഫിൽ കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന കാര്യം എന്താണോ, ഇത് പണ്ട് എപ്പോഴോ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളതാണ്, അതിന് ഒരു സംശയമില്ല. ഇന്നലെ നിങ്ങളൊരു ന്യൂസ് കേട്ടിരുന്നോ? അതായത് ബീഹാറിൽ ഒരാളെ പാമ്പ് കടിച്ചിട്ട് അയാൾ തിരിച്ച് ആ പാമ്പിനെ കടിച്ച് ആ പാമ്പ് ചത്തുപോയത്. അതായത് അവരുടെ ഒരു വിശ്വാസം അതിനകത്ത് പറയുന്നുണ്ട്, കടിച്ച പാമ്പിനെ തിരിച്ച് കടിച്ചാൽ മാത്രമേ ആ വിഷം ഏൽക്കാതിരിക്കുകയുള്ളൂ, നമുക്ക് ജീവനോടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല ഇതിനകത്ത്, പക്ഷേ വിശ്വാസം എന്ന് പറയുന്നൊരു കാര്യം മെയിനാണ് ലോ ഓഫ് അട്രാക്ഷനിൽ. നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന, സ്ട്രോങ് ആയിട്ട് കൊടുക്കുന്ന ഒരു അഫർമേഷൻ, സ്ട്രോങ് ആയിട്ട് കൊടുക്കുന്ന ഒരു ബിലീഫ്, അത് എത്രത്തോളം ഫീലിങ്സോടെയാണോ നമ്മൾ ആ ഇമോഷൻ കൊടുക്കുന്നത്, അത് സംഭവിച്ചിരിക്കും, ഒരു സംശയമില്ല. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പം അതിനകത്ത് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടപ്പോൾ ഒരു കാര്യം ഇതാണ്, ഈ നെഗറ്റിവിറ്റി പറഞ്ഞു കിടക്കുന്ന ആളുകളില്ലേ മറ്റൊരാളെക്കുറിച്ച്. ഇപ്പം നമ്മളിതേ അപ്പുറത്തെ വീട്ടിലെ അവൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ, നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സ്ഥിരമാണ് ഇതെല്ലാം. ഇങ്ങനെ മറ്റുള്ളവരുടെ ലൈഫിനെ കുറിച്ച്, അവരൊരു വസ്ത്രം ധരിച്ചാൽ, അവർ നന്നായിട്ടൊന്ന് ഒരുങ്ങി നടന്നാൽ, ഇല്ലെങ്കിൽ അവർക്ക് നമ്മളെക്കാൾ നല്ലൊരു ജോലി അല്ലെങ്കിൽ മെച്ചപ്പെട്ടൊരു പദവിയിൽ വന്നു കഴിഞ്ഞാൽ ഒക്കെ എന്താ പറയുക, അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞെടുക്കുന്നത്, ഇതൊക്കെ സത്യമാണോ, നിങ്ങൾ കണ്ടിട്ടുള്ളതാണോ? അവിടുന്ന് കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരാളെ വ്യക്തിഹത്യ നടത്തുക, അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പരത്തുക എന്നൊക്കെ പറയുന്നവർക്ക് നല്ല സുഖമുള്ള കാര്യമായിരിക്കും. അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർക്ക് എന്താ ഒരു സുഖം അല്ലേ? പക്ഷെ ഇത് കേൾക്കുന്ന ഒരാളുകളുണ്ട്. ആ കേൾക്കുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, പറയണവർ പറഞ്ഞോട്ടെ, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളത് സ്വീകരിച്ചാൽ മാത്രം അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പം നിങ്ങൾക്കത് വേണ്ടല്ലോ. തിരിച്ച് നമ്മളിപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു കാര്യം തരാം, നിങ്ങളത് നോ താങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും അല്ലേ? അപ്പോൾ താക്കോൽ ആരുടെ കയ്യിലാണ്? എൻ്റെ കയ്യിൽ. അതെൻ്റെ മാത്രമായിട്ടിരിക്കും. നിങ്ങൾ സ്വീകരിച്ചാൽ അത് നിങ്ങളുടേതായി മാറും. അപ്പം നെഗറ്റീവ് പറഞ്ഞ് നടക്കുന്ന ആളുകളിൽ അത് നിങ്ങൾക്ക് അഫക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുക മാത്രമേ ഉള്ളൂ. ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിട്ടുകളയാന്ന് പറയില്ലേ, കേൾക്കുന്നത് കൊണ്ട് ഒരിക്കലും അത് അഫക്റ്റ് ചെയ്യില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് അത് എടുക്കുമ്പോഴാണ് നിങ്ങൾക്കത് അഫക്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ വിഷമിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഇല്ല, ചിൽ നിങ്ങൾ വേഗം എണീറ്റ് പോയി മുഖമൊക്കെ ഒന്ന് കഴുകി കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട്, ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം ദ ബെസ്റ്റ്. കാര്യം നമ്മൾ തന്നെ എപ്പോഴും റെഡി ആയിട്ട് ഒരു രസവും ഇല്ല, അതെന്താ ഇങ്ങനെ, എൻ്റെ മുടി എന്താ ഇങ്ങനെ, എൻ്റെ കണ്ണെന്താ ഇങ്ങനെ, എൻ്റെ മൂക്കെന്താ ഇങ്ങനെ, ഇതൊക്കെയാണ് നമ്മൾ പറയുക അല്ലേ? പക്ഷെ ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം ദ ബെസ്റ്റ്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ, നിങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കത് വഴിയേ മനസ്സിലാവും.
സെൽഫ് ലവ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണോ, നിങ്ങൾ കഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വസ്ത്രം ധരിക്കുക. നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾ പോവുക. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ താല്പര്യം നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി. കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്നതിനകത്തൊരു കുഞ്ഞു ആത്മാവുണ്ടെന്നേ, അതിനെ നിങ്ങൾ സന്തോഷിപ്പിക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് ലവ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നുണ്ടല്ലോ ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ എന്തിനും ഏതിനും നന്ദിയുള്ളവരാവുക. നമ്മളിപ്പം ഒരു ഫോർമാലിറ്റിക്ക് പറയുന്ന വാക്കുകളായി മാറിയിട്ടുണ്ട് ഈ താങ്ക്സ്, സോറിയൊക്കെ. പക്ഷെ അങ്ങനെയല്ല, അത് ഹൃദയത്തിൽ നിന്ന് നമ്മൾ പറയണം. ഇപ്പം നമുക്ക് നമ്മുടെ ഒരു പേന താഴ്ചാടിപ്പോയി, അത് ഒരാൾ എടുത്തു തരുമ്പോൾ നമ്മൾ താങ്ക് യു ട്ടോ, താങ്ക്സ് എന്ന് പറയും. പക്ഷെ അത് നമ്മൾ ജെനുവിനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നൊന്ന് പറയുന്ന നന്ദികളല്ല പലപ്പോഴും. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ പറയണം. ഉള്ളതിന് നന്ദി. ഇപ്പം നമുക്ക് എന്തുണ്ടോ അതിന് നിങ്ങൾ നന്ദിയുള്ളവരാവുക. അപ്പോൾ ദൈവം എന്താ ചെയ്യാന്നറിയോ, കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് നന്ദി പറയാനുള്ള അവസരങ്ങൾ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ എന്താ ചിന്തിക്കുന്നത് നമുക്കത് കൂടുതൽ കൂടുതൽ വന്ന് ചെയ്യും. അതൊരു കാര്യം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈവൻ നിങ്ങളെ വിഷമിപ്പിച്ച ആളുകൾ, നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ അടുത്ത് പോലും നിങ്ങൾ താങ്ക് യു പറയണം മനസ്സുകൊണ്ട്. കാരണം അവർ കാരണമാണ് നിങ്ങൾക്ക് ഇത്രയും സ്ട്രോങ് ആവാൻ സാധിച്ചത്. നിങ്ങളുടെ ലൈഫിൽ ഇത്രയും ഒരു ലെസൺ, ഇത്രയും ഒരു പാഠം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചത് അവർ കാരണമല്ലേ. അപ്പോൾ അവരോടും നിങ്ങൾ നന്ദിയുള്ളവരാവണം. മൂന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫോർഗീവ്നെസ്. നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്, നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുകയും ഒട്ടും നമുക്ക് സാധിക്കില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ക്ഷമിക്കുക. നമ്മുടെ മനസ്സിൽ എന്തിനാ അഴുക്ക് അല്ലേ? നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ല, ഇന്നൊരു ഞായറാഴ്ചയാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ച്, ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുക. ഇന്ന് ഫുൾ ക്ലീനിങ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ്, കബോർഡ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കും. നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ദിവസം മാറ്റിവെക്കണം. നമുക്ക് നമ്മളിലേക്ക് വിഷമങ്ങൾ തന്നിട്ടുള്ള ആളുകളെ മുഴുവൻ നമ്മൾ മനസ്സിൽ വിചാരിച്ച് ഒരു പേപ്പറും പേനയും എടുത്ത് അവരോട് പറയാനുള്ള മുഴുവൻ കാര്യങ്ങൾ, അവർക്ക് മെസ്സേജ് വായിക്കേണ്ട, അവർ വിളിക്കുകയും വേണ്ട, നിങ്ങൾക്ക് പറയാനുള്ള മൊത്തം ചീത്തകളും നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും നിങ്ങൾ ആ പേപ്പറിൽ എഴുതി ലാസ്റ്റ് ആ പേപ്പർ കൊണ്ട് നമ്മൾ കത്തിച്ച് കളഞ്ഞേക്കുക. അത് കത്തിച്ചാമ്പലാവണോടെ നിങ്ങളുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള എല്ലാ വിഷമതകളും നിങ്ങൾ അവിടെ കത്തിച്ച് കളഞ്ഞു. പിന്നെ നമുക്ക് ആ വ്യക്തികളോട് യാതൊരു പരിഭവത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ നല്ല പോസിറ്റീവായിട്ട് നമ്മുടെ മനസ്സിൽ ഒരാളോട് ഈ കുശുമ്പും കുന്നായ്മയും അസൂയയും ഒക്കെ ഉള്ളപ്പോഴാണ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. നമുക്ക് കാര്യം പറയുമ്പോൾ തോന്നും മനസ്സിന് എന്തൊരു സുഖം ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോന്ന്. പക്ഷെ അത് നമ്മളെ ഇല്ലാതാക്കുക ചെയ്തുകൊണ്ടിരിക്കുന്ന ഫലത്തിൽ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഫാമിലി ഉണ്ട്, അവർക്കും ഉണ്ടാവും അല്ലേ മക്കളൊക്കെ. നാളെ അവരുടെ ലൈഫിലേക്കാണ് അവരിതെല്ലാം ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതവർ ചിന്തിക്കുന്നില്ല. നമ്മളിങ്ങനെ പറഞ്ഞ് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിനിങ്ങനെ പറഞ്ഞു നടക്കുന്നേ? നമുക്ക് നമ്മുടെ ലൈഫിനെ മാറ്റാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നമുക്ക് മറ്റുള്ള ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു വാക്ക് കൊണ്ടോ ഒരു നല്ലൊരു കോംപ്ലിമെൻറ്റ് കൊടുത്താൽ നമുക്ക് എന്താ സംഭവിക്കുക? ഇപ്പോൾ ഒരാൾ വരുമ്പോൾ കൊള്ളാട്ടോ, നന്നായിരിക്കുന്നു, നല്ല ഡ്രസ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മളൊരു കോംപ്ലിമെൻറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മളെപ്പോഴും അങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ടൊന്ന് ശ്രമിച്ച് നോക്കിക്കേ. എന്തിനാ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഈ കുറ്റവും കുന്നായ്മകളും ഒക്കെ നമ്മൾ എന്തിനാ പറഞ്ഞ് നടക്കുന്നേ? അത് പറഞ്ഞ് നടക്കുമ്പോൾ നാളെ നമ്മുടെ ലൈഫിലേക്ക് ഇത് വന്ന് ചേരും എന്നുള്ള കാര്യം അറിയുന്നില്ല. ഇന്നൊന്നും സംഭവിക്കില്ലായിരിക്കും, പക്ഷെ കാലം ഇനിയുമുണ്ട് നമ്മുടെ ലൈഫിലേക്ക് നമ്മളത് ആകർഷിക്കുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ആ മാറ്റം വരുത്തിയത് അങ്ങനെയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റി, ഡൗൺ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നെല്ലാം ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് ഇന്നിപ്പോൾ ഞാനും ഹസ്ബൻഡും മക്കളും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് ഈ ഒരു വീട്ടിലെ സ്വർഗം പോലെ ഞങ്ങളാക്കി മാറ്റിയത്. അങ്ങനെ ഓരോ വീടും നമുക്ക് സ്വർഗമാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു സ്വർഗമാക്കി മാറ്റിയതെന്ന് വെച്ചാൽ എൻ്റെ ചിന്തകളെ ഞാൻ മാറ്റിയപ്പോഴാണ്. എൻ്റെ മനസ്സിലെ ചിന്താഗതികളെ ഞാനത് മാറ്റിയെടുത്തു. മറ്റുള്ളവർ പറയുന്ന നെഗറ്റിവിറ്റിക്ക് ഞാൻ പറഞ്ഞോളൂ, അത് കേട്ട് ഇപ്പുറത്തൊരു ചെവിയിലൂടെ വിട്ടുകളയും. അതൊരിക്കലും ഈ മനസ്സിലേക്ക് ഞാനത് അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ എല്ലാവരും അതേപോലെ സ്റ്റേ പോസിറ്റീവ്. ഞാനിപ്പോൾ ഈ പറയുന്ന വീഡിയോ ആരുടെയെങ്കിലും ഒരാൾക്ക് അവരുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ? അതുകൊണ്ടാണ് ഇതിനൊക്കെ ഞാൻ ഏറ്റവും നന്ദി പറയുന്നത് ഈ പ്രപഞ്ചത്തോട്, യൂണിവേഴ്സിനോടും. അതുപോലെ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നൊരു വീഡിയോയിലേക്ക് ഒരുപാട് ഗുരുക്കന്മാർ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൽ അരവിന്ദ് സാർ, അതുപോലെ ആശാ മാം, എൻ്റെ പ്രിയപ്പെട്ട ആശാജി, അതുപോലെ ഈ പറയുന്ന വിഷ്ണു സാറ്, ഇവരുടെ ഒക്കെ ക്ലാസ്സുകളിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സ്റ്റുഡൻ്റാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളെല്ലാം ഞാൻ അവരോട്
ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോലും ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതായി തീരും എന്ന് പറഞ്ഞില്ലേ. ഇത് ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാനൊരു യൂട്യൂബ് വ്ളോഗർ ആവുന്നത്, ഞങ്ങളൊരു ചാനൽ തുടങ്ങുന്നതൊക്കെ അത് അതേപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കൂ. അങ്ങനെ പറ്റുവാണെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്താൽ ഒരുപാട് നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ അതിൽ നിന്ന് വരും. അങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന 3 ടിപ്പെങ്കിലും, ഏറ്റവും പ്രധാനപ്പെട്ട 3 ടിപ്പാണ്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി മാറുക, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക, സെൽഫ് ലവ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു 5 മിനിറ്റെങ്കിലും ചെറുതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ, ഒന്ന് മെഡിറ്റേഷൻ ശീലമാക്കി നോക്കുക കേട്ടോ. വേറെ കാര്യമായിട്ടുള്ള ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ വെറുതെ ഒരു 5 മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ചിന്തകളൊക്കെ പതിയെ ആദ്യമൊക്കെ ഒരുപാട് ചിന്തകൾ, കണ്ണടച്ചിരിക്കുമ്പോഴേക്കും 100,000 ചിന്തകൾ വരും. അതൊക്കെ വന്നോട്ടെ, ജസ്റ്റ് അതിനിങ്ങനെ ഒബ്സർവ് ചെയ്ത് അത് പോട്ടെ. അതങ്ങനെ വീണ്ടും നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും അറിയാം നമ്മുടെ ചിന്തകളൊക്കെ മാറി എന്താ പറയുക, വേണ്ടാത്ത ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ വരില്ല. ഫുൾ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന വീഡിയോ ഞാനിപ്പോൾ രാവിലെയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ പോലും ചിലപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഉച്ചയാവട്ടെ. കാരണം ഇനിയിപ്പോൾ ഞാൻ അടുക്കളയിലേക്കൊക്കെ പോയി എൻ്റെതായ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പം അപ്ലോഡ് ചെയ്യാനായിട്ട് ഇത്തിരി താമസം ഉണ്ടാവും, കുഴപ്പമില്ല. അപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ജോലികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഡെസ്പായിട്ടിരിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ വീഡിയോ പതിയെ സെർച്ച് ചെയ്ത് നോക്കി അവരുടെ കയ്യിലേക്ക് വന്നാൽ സ്കിപ്പ് ചെയ്യാതെ അത് മുഴുവൻ കണ്ട് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് നല്ല പോസിറ്റീവായിട്ട് നമ്മളിരിക്കും എന്നല്ല, അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോവുക. നെഗറ്റിവിറ്റി പറയുന്നവർ അവിടെ പറഞ്ഞോട്ടെ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മളത് സ്വീകരിക്കാത്തിടത്തോളം ആ നെഗറ്റിവിറ്റി അവരുടെ മാത്രമായിട്ട് മാറിക്കോളും. അപ്പം നമ്മളെ മാത്രം മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. താങ്ക് യു.